എന്ത് പറ്റി അണ്ണാ? സിറ്റിയിൽ ഇന്ന് രണ്ടു ദിവസം മുമ്പേ അണ്ണാ ഇവര് ബെല്ലാരിട്ടൊക്കെ സിറ്റുവേഷൻ ആയി. അതിന്റെ ഇച്ചിരി പ്രശ്നത്തിലൊക്കെ അവര് തോക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒന്ന് വിളിക്കൂടാ. സാവേജ് ആണ് തുടക്കം ഞാൻ പറഞ്ഞുതരാം. മസാല ചേർക്കാത്ത സംസാരിക്കട്ടെ. ഇന്ന് എനിക്കറിയാവുന്ന വെച്ചാൽ ഞാനും രാവണനും എല്ലാരും കൂടെ ചില്ലാട് വയ്ക്കുമായിരുന്നു. ചില്ലാട് വയ്ക്കുന്നപ്പോഴാണ് സ്പീഡ് വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ SRR വന്ന് ചുമ്മാ എന്തോ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു, അവോയ്ഡ് ചെയ്തിട്ട് പോലും പുറകെ വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പം നമ്മളവിടെ ചെന്ന് ഞാനും കണ്ണാപ്പയോടെ സംസാരിച്ച്. അപ്പൊ ഇവനെ ഈ കുരങ്ങന്റെ ഡ്രസ്സ് ആയതുകൊണ്ട് അമ്മമാർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയാനോ അങ്ങനെ ഒന്നും പോയില്ല. അല്ലാടാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രീ രാജരാജേശ്വരി തമ്പി എന്നാണ് കുരങ്ങന്റെ പേര്. ഇത് എങ്ങനെ പറ്റണം? നിന്റെ തലവട്ടം കണ്ടതിന് ശേഷം 2.5 മാസത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം ഇവൻ കുരങ്ങന്റെ ഡ്രസ് ഇട്ടോണ്ട് അവന്മാര് വന്ന് ഇവനെ അടിച്ചിട്ട് പേരെന്താ ചോദിച്ചപ്പം ഞാൻ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞ് ഞാനും ബാലനും തമ്മി സംസാരിക്കും. അവന്മാരോട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല. തമ്മി അവന്മാരെ ഊക്കി അങ്ങനെ നോർമലി സംസാരിക്കും. എന്നിട്ട് അപ്പം CIDയും AKM അടിയായണ്ണ സേഫ് സോൺ തൊട്ട് വെളിയിൽ. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കി, അടി ഇങ്ങനെ എപ്പിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പം വേറെ വാക്കിന് തലയ്ക്കൊരു അടി കിട്ടി. ഞാൻ വിചാരിച്ച CIDയുടെ ആയിരിക്കും വിചാരിച്ചു. ഇവന്മാരും അത് തന്നെ വിചാരിച്ച. അപ്പൊ പെട്ടെന്ന് കിടക്കണ കുരങ്ങാന്നൊക്കെ പറഞ്ഞ് SRR ഓടി വരുന്നത്. രാജേശ്വരി ബിജീസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്നെ അടിച്ചു വന്നിട്ട്. ഹെൽമെറ്റ് പോലെ എന്നെ ഹെൽമെറ്റ് പോലല്ല എന്നെ ഒന്ന് അടിച്ചു വന്നിട്ട് രാജേശ്വരി ബിജീസ്. അത് കണ്ട് ബാലൻ ഇറങ്ങി ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പഴേ എന്നെ കത്തിച്ചു. ബാലൻ ഇറങ്ങി ചോദിച്ചു. ബാലനെ എപ്പോഴേ കൺപോയിട്ട് എടുത്തോണ്ടങ്ങ് പോയി. ബാക്കി സ്നൈപ്പ്, സ്പീഡ്, മന്ദാരം ഇവന്മാരെ 3 അടിച്ചും കൊന്നു. ഇത് രാജേശ്വരിയുടെ ആർപ്പിയാണ്. ഇതിന്റെ ഇടയ്ക്കുന്ന ഒരു ആർപ്പി ഇല്ല, മനസ്സിലായില്ല? കണ്ണാപ്പിനെ കൊല്ലേണ്ട കാര്യമില്ല, ബാലിനെ അവസ്ഥയാക്കേണ്ട കാര്യമില്ല, ബാക്കിയുള്ളവരെ ഇതാക്കേണ്ട കാര്യമില്ല. അവന്മാരോട് കാര്യം ചോദിച്ചപ്പോ പോലും മര്യാദയ്ക്ക് ഒരു റീസൺ പോലും ഇല്ല. പറഞ്ഞ ബാല റീസൺ എന്തോ കൊരങ്ങനെ എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന്മാര് പറയുന്നത്. അവന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി പറയണമെന്നല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങളെ അല്ലല്ലോ ഇവനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അത് അമ്മമാർക്ക് കൊണ്ടെന്ന്. അതെങ്ങനെ സിറ്റിയിലൊരു കുരങ്ങ വന്നു ആലോചിക്കും. സിറ്റിയിലൊരു കുരങ്ങ വന്നു, കുരങ്ങന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുരങ്ങന്റെ പ്രശ്നമാണ്. പക്ഷെ ആണാ ഈ കുരങ്ങന്റെ അടുത്ത് സംസാരിച്ചതിന് നമ്മള് ഈ ബാലിനെയൊക്കെ അവസ്ഥ കണ്ട കാര്യമാണ്. ആലോചിച്ചോക്ക്, കുരങ്ങന്റെ അടുത്തല്ലേ സംസാരിച്ചേ. പ്രശ്നം എന്ന് പറഞ്ഞാ സാവേജ് മിനിഞ്ഞാന്ന് എന്തൊരു വിഷയം ഉണ്ടായി. എടാ സാവേജ് റേഡിയോയിലുണ്ടോടാ? സാവേജ് എന്നിട്ട് ഇങ്ങോട്ട് ചുമ്മാ വന്നിട്ട് കൊട്ട എന്നൊക്കെ വിളിച്ച് ചൊറിയുന്നത്. എന്നിട്ട് നമ്മള് വണ്ടി എടുത്തു എന്നിട്ട് പിന്നെയും വണ്ടി എടുത്തു. ഇന്നും ഉണ്ടായിരുന്ന മനസ്സിലായി. ബാക്കി ഇന്ന് ഇതുപോലെ സംസാരം ആയപ്പോഴത്തേക്ക് വീണ്ടും ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിരുന്നു. റേഡിയോയിൽ അവന്മാര് മറ്റേ റേഡിയോയിൽ ഇങ്ങനെ ഇതും സംസാരിച്ചോണ്ട് ഇങ്ങനെ ആ ഒരു വേർഡ് പറഞ്ഞോണ്ട് വരുന്നത്. ഇപ്പൊ ലോലൻ HFന്റെ മുത്തുമണി ലോലൻ SRRലാണ് കേട്ടാ. നമ്മുടെ മറ്റേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ചിമ്പുവിന് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. അവനെ പിടിച്ചടിച്ചു വന്നു. അല്ല ചിമ്പു ദൈവമാണെന്നാ, ചിമ്പു ദൈവമാണ്. ദൈവം കുരങ്ങന്റെ വേഷമായിട്ട് ഇറങ്ങുന്നത്. അവനെ പിടിച്ചടിച്ചു വന്നു. ഇപ്പം രണ്ടുപേരില്ല, സിറ്റിയിലില്ല. അഡ്മിൻ അടിച്ചതിന് രണ്ടുപേർക്ക് അഡ്മിൻ അടിച്ചവിടെ പെർമനന്റ് വേണം. രണ്ടുപേരും അണ്ണാ. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അണ്ണാ, ഇനി സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല. പ്രീവാർ ആണെ പോലും 2 മണിക്ക് മുമ്പേ സ്റ്റോപ്പ് ചെയ്യണം. 1:30 വിളിച്ചാൽ പോലും 2 മണിക്ക് സിറ്റുവേഷൻ എടുത്തു നടന്നല്ലേ? അല്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. നീ ഒരു പറയെടുക്കാൻ പോണ്ട.
അതായത് പ്രീ വാർ ഇപ്പൊ നമ്മൾ അവരെ അടിക്കാൻ പോണെങ്കിൽ 2 മണി വരെ എന്തായാലും നടക്കത്തുള്ളൂ. മറ്റേ ഇന്ന് വാർ അടിക്കാൻ പറ്റില്ല. പ്രീ വാറിന് നമുക്ക് അടിക്കാം, പക്ഷെ അടിച്ചാൽ 2 മണി വരെ പറ്റത്തുള്ളൂ. സിറ്റുവേഷൻ 2 മണി വരെയാണ്. വാറാണെങ്കിൽ മാത്രം 2 മണിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരത്തുള്ളൂ അവര്. ഓൺഗോയിങ് വാർ മാത്രം. ഓൺഗോയിങ് വാർ മാത്രം 2 മണി എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അല്ലാത്തൊന്നും മൈൽസിനൊക്കെ ലോഡ് ആവുന്നില്ല ഒന്നും. എല്ലാരും ലോഡ് ആയിക്കൊണ്ട് ഇതിപ്പോ ദൈവം പറഞ്ഞതെന്ന് വെച്ചാൽ അണ്ണാ ചെയ്തത് പോക്കരത്തിലാണ്. നിങ്ങളിപ്പോ ഫ്ലോയിൽ പോക്കോ, ഇത് കഴിഞ്ഞിട്ട് അവര് കൊടുത്തോളാന്നുള്ള ഇത് ഊമ്പിത്തരാണ് കാണിച്ചത്. പച്ച ഊമ്പിത്തരം. രാജശ്രീ ബിജീസ് അന്നേ ഹെൽമെറ്റ് പോലും വെക്കാത്ത തന്നെയാണ് ഈ കൊരങ്ങനെ അടിച്ചിട്ട് എന്റെ മുഖത്തൊക്കെ പറയാൻ പറ്റിയ വർത്താനാണ്. അണ്ണ എന്റെ ഈ മുഖത്ത് തേനിയാസ് ഇപ്പോഴാ മൂക്കിലെ ചോര മാറിയിട്ടില്ല. രാജശ്രീ ബിജീസ് സീനില്ല നമുക്ക്